എനിക്കൊരു കാലത്ത് ഞാൻ ഒരുപാട് കേട്ടൊരു സംഭവം എന്താണെന്നറിയോ? ഭക്തി മനസ്സ് പോരെ, അതെന്തിനാണ് മറ്റുള്ളവരെ കാണിച്ച് പ്രകടിപ്പിക്കുന്നത് എന്ന് ചോദിച്ചിട്ട് ഒരു കാലത്ത് എനിക്ക് കുറേ കമൻറ്റുകൾ വരുന്നൊരു സംഭവമായിരുന്നു. അതിനെക്കുറിച്ച് പ്രതികരിച്ചു ഒരുപാട് ലേഡീസും മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇന്ന് അവരുടെയൊക്കെ സോഷ്യൽ മീഡിയ എടുത്ത് നോക്കിയാൽ ഫുള്ള് ഭക്തി പ്രകടിപ്പിക്കുന്നത് മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഭക്തിയുണ്ടേ, അവർ എന്നോട് ചോദിച്ചൊരു ചോദ്യമാണ്, ഭക്തിയുണ്ടേ അത് മനസ്സ് പോരെ, എന്തിനു പ്രകടിപ്പിക്കുന്നു എന്ന് ചോദിക്കുന്ന ആൾക്കാർ ഇപ്പം ഭക്തിമാർഗത്തിലുള്ളത് മാത്രമാണ് സോഷ്യൽ മീഡിയ പോസ്റ്റ് ചെയ്യുന്നത്. എന്താ അല്ലേ? ഏതായാലും ഞാനിപ്പം അതേപോലെ ഒരു ഭക്തി പ്രകടിപ്പിക്കുന്ന വീഡിയോ തന്നെയാണ് ഇത് ഞാൻ ഇടാൻ കാരണം മറ്റൊന്നുമല്ല. ഭക്തി അത് മനസ്സ് പോലെ പ്രകടിപ്പിക്കണോ എന്ന് ഇതിൻ്റെയും താഴെ കമൻറ്റ് വരുന്നവരോടായിട്ട് പറയാണ്. മതേതരത്വം എന്ന് പറയുന്ന ഒരു സംഭവത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാനിത് പോസ്റ്റ് ചെയ്യുന്നത്. നമുക്ക് സങ്കടം വന്നാലും സന്തോഷം വന്നാലും ദൈവത്തിൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി. അത് ഏത് ദൈവം എന്നില്ല, ഹിന്ദു ദൈവമാവട്ടെ, മുസ്ലിം ദൈവമാവട്ടെ, ക്രിസ്ത്യൻ ദൈവമാവട്ടെ, എന്തിനോടും പറയാം നമുക്ക്. അപ്പം ഞാനിപ്പം നിലവിൽ കടന്നു പോകുന്ന സാഹചര്യം എന്ന് വെച്ചാൽ വളരെയധികം മാനസിക വിഷമത്തോടെയാണ് ഞാൻ കടന്നു പോകുന്നത്. എൻ്റെ ലൈഫിൽ ഞാൻ അനുഭവിക്കുന്ന പ്രതിസന്ധി എന്ന് പറയുന്നത് ഒരു വല്ലാത്തൊരു സംഭവം തന്നെയാണ്. കാരണം ഞാൻ തളരുകയും ചെയ്യരുത്, മറ്റുള്ളവർ തളരാതെ നോക്കുകയും ചെയ്യണമെന്ന് ഉള്ളൊരു സിറ്റുവേഷനിൽ കൂടിയാണ് ഞാൻ കടന്നു പോകുന്നത്. അപ്പം വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ നാലുപുരക്കൽ നാഗകാളി ക്ഷേത്രം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അമ്പലമുണ്ട്. കേട്ടെടുത്തോളം ഭയങ്കര സ്ട്രോങ് ദേവിയാണെന്ന്. ഞാനിവിടെ വന്നിട്ട് 16-17 വർഷമായി. എന്നെ ഇവിടെ വിവാഹം കഴിച്ചു കൊണ്ടുവന്നിട്ട് വന്ന ആ നാളുകളിൽ തൊട്ടിട്ട് എൻ്റെ ഭർത്താവ് പറയുന്ന ഒരു സംഭവമാണ്, വിളിച്ചാൽ വിളിപ്പുറത്ത് കേൾക്കുന്ന ദേവിയ ജസ്സിയെന്ന്. ഞാൻ ഇന്ന് പോയൊന്ന് വിളിച്ചു നോക്കുകയാണ്. കാരണം അത്രമേൽ വിഷമം എനിക്കുണ്ട്. ആ വിഷമം ഒന്ന് മാറ്റി തരുമോ എന്ന് ഞാൻ ചോദിച്ചു നോക്കുകയാണ്. ഞാൻ എല്ലാ മതത്തിലും വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. എല്ലാ ദൈവത്തിനോടും ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പം ഇവിടെ ഞാനൊരു എണ്ണ മേടിച്ച് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം എന്തിനാണിത് പോസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ജസ്റ്റ് മതേതരത്വം. ഒരു മനുഷ്യന് ഇവിടെ പിന്നെ അമ്പലത്തിൽ എണ്ണ കൊടുക്കാൻ പോയിട്ട് ആരും ഹൈക്കോടതിയിൽ പോയിട്ട് കംപ്ലൈൻ്റ് ഒന്നും കൊടുക്കാൻ പോകില്ല കേട്ടോ. കാരണം ഏതൊരു മതസ്ഥനും പോകാൻ പറ്റുന്ന ഒരു അമ്പലത്തിലേക്കാണ് ഞാൻ പോകുന്നത്. ഇനി അതിൻ്റെ പേർക്കാരും പ്രശ്നം ഉണ്ടാക്കാൻ വരണ്ട. ഞാൻ വർഷങ്ങളായിട്ട് പോകുന്ന അമ്പലമാണ്. എൻ്റെ അമ്മായിയമ്മ ജീവനോടൊക്കെയുള്ള കാലത്ത് എൻ്റെ അമ്മായിയമ്മ എപ്പോഴും എണ്ണ കൊടുക്കുന്ന ഒരു അമ്പലമായിരുന്നു. ഏതായാലും ബാപ്പൂരി ഞാൻ കാണിച്ചു തരാം. വീടിൻ്റെ അടുത്തുനിന്നൊരു 100-200 മീറ്ററേ ഉള്ളൂ കേട്ടോ അമ്പലത്തിലേക്ക്. എണ്ണ മേടിച്ചിട്ടില്ല. എണ്ണ അവിടെ തന്നെ ഒരു ഷോപ്പുണ്ട്, അവിടുന്ന് മേടിക്കണം. അപ്പം അമ്പലത്തിലത്തെ ജപാട്ടോ കേൾക്കുന്നത്. സാരസ്വതി ദേവി സാരസ്വതി ലക്ഷ്മി സാരസ്വതി ഭദ്രേ സാരസ്വതി അമ്മേ ഭുവനേശ്വരി ദേവി ഭുവനേശ്വരി ലക്ഷ്മി ഭുവനേശ്വരി ഭദ്രേ ഭുവനേശ്വരി അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ. രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ ജയ
രാമ ഹരേ രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ ശ്രീരാമ ഗോവിന്ദ നാരായണാനന്ദ സീതാപദേ ജയ രാമ ഹരേ രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ സൂര്യകുലത്തിൽ ശരദൻ തന്നോട് സോനുവതായൊരു രാമ ഹരേ ലക്ഷ്മണ പൂർവജ ലക്ഷ്മി നികേതന പക്ഷീന്ദ്രവാഹന രാമ ഹരേ താടകയെ കൊല ചെയ്തു മഹാമുനി താപം കളഞ്ഞൊരു രാമ ഹരേ രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ രാവണനെ കൊല ചെയ്തു ജഗത്രയം പാലിച്ചരുളീനാം രാമ ഹരേ പിന്നെ വിഭീഷണ രാജാഭിഷേകത്തെ സാധിപ്പിച്ചിടിനാം രാമ ഹരേ ശ്രീദേവിയാകുന്ന സീതയോടും നീജ സോദരനോടും ഗാവികളോടും കുർബുരേന്ദ്രനോടും കൂടി മനോഹര പുഷ്പകമാരുഹ്യ ദേവന്മാരാൽ മുക്തങ്ങളാകിയ കൽപ്പകപ്പൂക്കളാൽ മോദിതനായിട്ട അയോധ്യാപുരം പ്രാപിച്ചു ഏതായാലും ദൈവത്തിനോട് ഒരുപാട് ഭക്തജേനാനുഗ്രഹം പൂണ്ടജസ്വം സർവലോകാനന്ദ രൂപനായി വാണോവ അക്ഷമേതത്തെ കാഴിച്ചവണ്ണം രാമ ഹരേ ജയ രാമ ഹര സർവലോകേശ്വര